അമ്പലപ്പുഴയിൽ 1.5 വയസ്സുകാരൻ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത നീങ്ങുന്നു. കുട്ടി ട്രാക്കിലേക്ക് നടന്നു കയറുന്നത് കണ്ടതായാണ് ലോക്കോ പൈലറ്റിന്റെ മൊഴി. ട്രെയിനിന്റെ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്നും മൊഴി നൽകി. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, ഈ കുട്ടി റെയിൽവേ ട്രാക്കിലേക്ക് നടന്നു കയറുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുട്ടി നിന്നിരുന്ന വീട് ഈ റെയിൽവേ ട്രാക്കിനോട് അടുത്ത ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ബന്ധുക്കളുടെ കണ്ണു തെറ്റിയ ഒരു സമയത്ത് കുട്ടി നടന്നു കയറിയതാകാം എന്നൊരു നിഗമനത്തിലേക്കാണോ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും. അതായത് അതീവ ദുഃഖകരമായ സംഭവമായിരുന്നു ഇന്നലെ വൈകിട്ട് 6 മണിയോടെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ ഉണ്ടായത്. വളഞ്ഞുവഴി ഭാഗത്താണ് ഇത്തരത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ 1.5 വയസ്സുകാരനെ കണ്ടെത്തിയത്. വൈകിട്ട് 6 മണിയോടടുത്തായിരുന്നു അപകടം. അതായത് കുട്ടി റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിലാണ് ഉണ്ടായിരുന്നത്. അമ്മയും ഒപ്പം തന്നെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. അമ്മ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ കുട്ടി അവിടെ രക്ഷകർത്താക്കൾ ഇല്ലാതിരുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. ഈ ബന്ധു വീട്ടിൽ നിന്ന് കുഞ്ഞിനെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. കാണാതായ സമയത്ത് തെരച്ചിൽ നടത്തിയ ഘട്ടത്തിലാണ് ഈ പാസഞ്ചർ ട്രെയിൻ കടന്നുപോയ സമയത്ത് ട്രാക്കിൽ മൃതദേഹം കുട്ടിയുടെ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നിപ്പോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ മറ്റൊരു ദുരൂഹതയും ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടില്ല. കുട്ടി ഈ തൃണവെന്ന 1.5 വയസ്സുകാരൻ മരിച്ചത് ബന്ധുക്കൾ ആ സമയത്ത് കുട്ടിയിൽ നിന്നും ഒരു ശ്രദ്ധ വന്ന ഒരു വീഴ്ചയാണ്. അത് തുടർന്ന് കുഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. കുഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് ഓടി കയറുന്നത് കണ്ടതായാണ് ലോക്കോ പൈലറ്റ് ഇപ്പോൾ അമ്പലപ്പുഴ പോലീസിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല. കാരണം തൊട്ടടുത്താണ് ഈ വീട് ഉള്ളത്. അതിനെ തുടർന്ന് കുട്ടി ഇന്നിപ്പോൾ ലോക്കോ പൈലറ്റ് അമ്പലപ്പുഴ പോലീസിൽ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി നടന്നു കയറുന്ന കണ്ട് ട്രെയിനിന്റെ വേഗത കുറക്കാനായി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് വിഫലമാവുകയാണ് ഉണ്ടായത്. 1.5 വയസ്സുകാരനാണ് ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അമ്പലപ്പുഴയിൽ. ശരി, അമ്പലപ്പുഴയിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് ലോക്കോ പൈലറ്റിന്റെ മൊഴിയിലൂടെ വ്യക്തമായിരിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.